അതായത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഉത്തരം എന്താണോ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക അത്തരം ഉത്തരങ്ങൾ ഓപ്ഷൻ എ ആയിട്ട് കൊടുത്ത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ യൂണിവേഴ്സിറ്റി LGS പരീക്ഷ എല്ലാവരും നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവർ ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ നമുക്കത് മൊത്തം ഓരോ ഏരിയയും വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താണ് സ്ഥിതി എന്നുള്ളതും ഏകദേശം എത്രത്തോളം മാർക്ക് കട്ട് ഓഫ് മാർക്കായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷൻ എടുത്ത് നോക്കാം. ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിത് 40 മാർക്ക് GK പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 7 മൊഡ്യൂളുകളായിട്ട് 6 × 5 30 + 10 കേരള ഭൂമിശാസ്ത്രം 10 40 മാർക്ക് എന്നുള്ളൊരു മൊഡ്യൂള് GKക്ക് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ആ ഒരു ഏരിയകൾ ഉൾപ്പെടുന്ന കറണ്ട് അഫേഴ്സും അങ്ങനെ 52 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അവിടെ 12ഓളം ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സിന്റെ ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ആ 52 മാർക്കിൽ നമുക്ക് ആ ഒരു അവിടുത്തെ നിലവാരം നോക്കുകയാണെങ്കിൽ ഒരു 34ഓളം ചോദ്യങ്ങൾ വളരെ ഈസി ചോദ്യങ്ങളായിരുന്നു. ഏതൊരാൾക്കും PSC അത്യാവശ്യം നോക്കുന്ന ഏതൊരാൾക്കും ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. ദെൻ 13ഓളം ചോദ്യങ്ങൾ ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ആവറേജ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ആവറേജ് ആയിട്ട് പഠിക്കുന്ന ആളും ചിലപ്പോൾ തെറ്റിക്കും. അയാളുടെ മനസാന്നിധ്യം ഉണ്ടെങ്കിൽ അയാൾ ശരിയാക്കും, അല്ലെങ്കിൽ തെറ്റിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ, അതായത് ഇന്നത്തെ പരീക്ഷയിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, അവിടെ ഈ ചോദ്യത്തിന്റെ രീതി ശരിയായത് തെറ്റായത് അത് മാറി മാറി ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു കൺഫ്യൂഷൻ കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചില ഓപ്ഷനുകളുടെ അല്ലേ. അതായത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഉത്തരം എന്താണോ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക അത്തരം ഉത്തരങ്ങൾ ഓപ്ഷൻ എ ആയിട്ട് കൊടുത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചതിക്കുഴികൾ ഉള്ളത് കൊണ്ട് ചില ചോദ്യങ്ങളൊക്കെ മനസാന്നിധ്യം ഇല്ലായ്മ കാരണമൊക്കെ തെറ്റിപ്പോവും. അതൊക്കെ ആവറേജുകാരന് സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ആവറേജുകാർ 13 ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ടാവണമെന്നില്ല. അതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ ടഫ് ക്വസ്റ്റ്യൻ എന്ന് പറയാവുന്ന, ടഫ് എന്ന് പറഞ്ഞാൽ ഈ നിലവാരത്തിലുള്ള PSC പരീക്ഷകളെ അടിസ്ഥാനമാക്കി ഈ ഒരു പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 4ഓളം ചോദ്യങ്ങൾ അത്യാവശ്യം എന്താണ് നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു. പിന്നെ ഒഴിവാക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം അല്ലെ, ആ ഒരു ചോദ്യം ചിലപ്പോൾ ഒഴിവാക്കാനും സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മൊത്തം 52 ചോദ്യങ്ങളുടെ സ്ഥിതി ഇതാണ്. ഇനി ജനറൽ സയൻസ് നിങ്ങൾക്കറിയാം, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 5 + 10 15, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 5 20 മാർക്കാണ്. അപ്പോൾ അവിടെ ആ ഒരു ഏരിയയിൽ നിന്നുള്ള കറണ്ട് അഫേഴ്സ് അവിടെ 8ഓളം കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ അവിടെ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 28 ചോദ്യങ്ങൾ ജനറൽ സയൻസ് ആൻഡ് അവിടെ നിന്നുള്ള സബ്ജക്ട് വൈസ് കറണ്ട് അഫേഴ്സ് ആണ് മിക്കതും വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ 28 മാർക്കിനുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ചോദ്യങ്ങളുടെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ 14 ചോദ്യങ്ങൾ വളരെ ഈസി ചോദ്യങ്ങളായിരുന്നു. ആവറേജ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം 11ഓളം ചോദ്യങ്ങളുണ്ട്. ദെൻ 3ഓളം ചോദ്യങ്ങൾ അത്യാവശ്യം ഈ നിലവാരത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ടഫ് ആണെന്ന് പറയാവുന്ന ചോദ്യങ്ങൾ. ചെറിയ ക്ലാസ്സിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ എങ്കിൽ പോലും CRT ചോദ്യങ്ങളാണെങ്കിൽ പോലും ഒരു ശരാശരി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതെന്തായിരിക്കും, ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് വിലയിരുത്തപ്പെടാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ജനറൽ സയൻസിന്റെയും അവിടെ നിന്ന് വന്നിട്ടുള്ള കറണ്ട് അഫേഴ്സിന്റെ സ്ഥിതി. കറണ്ട് അഫേഴ്സ് ഇങ്ങനെയാണ്. സയൻസിൽ അവിടെ അത് ചേർത്തുകൊണ്ടുള്ള 8ഓളം കറണ്ട് അഫേഴ്സ് സയൻസ് പെടുത്താവുന്നതും ബാക്കിയുള്ള കറണ്ട് അഫേഴ്സ് GKയുടെ പൊതുഭാഗങ്ങളായിട്ട് പെടുത്താവുന്നതുമായിട്ടുള്ള രീതിയിലാണ് കറണ്ട് അഫേഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ജനറൽ സയൻസിന്റെ കാര്യം. ഇനി മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ കാര്യം 20 മാർക്കിന് എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ അത്യാവശ്യം നിലവാരമുള്ള മാത്സ് വന്നിട്ടുണ്ട്. ഒരു സാധാരണ യൂണിവേഴ്സിറ്റി LGS പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചൊരു നിലവാരം എന്തിനുണ്ടായിരുന്നു, മാത്സ് എന്ന് വന്ന ചോദ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈസി ചോദ്യങ്ങൾ എന്ന് പറയാവുന്നത് ഒരു 9ഓളം ചോദ്യങ്ങൾ മാത്രമായിരുന്നു. ദെൻ ആവറേജ് ക്വസ്റ്റ്യൻസ് 6ഓളം ചോദ്യങ്ങൾ അത്യാവശ്യം നിലവാരമുള്ളതാണ്. ദെൻ 3 ക്വസ്റ്റ്യൻസ് നല്ല അത്യാവശ്യം ഈ ഒരു തരം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നല്ല ടഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ സംബന്ധിച്ച് വിഷയമല്ല, പക്ഷേ പൊതുവെ നോക്കുമ്പോൾ ഈ ഒരു ഉദ്യോഗാർത്ഥികളെ ഈ ഒരു ലെവൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണ് നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു. ദെൻ 2ഓളം ക്വസ്റ്റ്യൻസിന് അല്ലെ, ഒരു ക്വസ്റ്റ്യൻസിന്റെ 2 ഉത്തരം ഉള്ളതും അല്ലെ 1 ഉത്തരം കിട്ടാത്തതുമായിട്ടുള്ള അങ്ങനെയുള്ള 2ഓളം ചോദ്യങ്ങൾ ഒഴിവാക്കാൻ, അതായത് പ്രൊഫഷണൽ കീയിൽ ഒഴിവാക്കണമെന്നില്ല, പക്ഷെ ഫൈനൽ കീ വരുന്ന സമയത്ത് ചാലഞ്ച് ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കാൻ സാധ്യതയുള്ള 2ഓളം ചോദ്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിലെ സ്ഥിതി ഇതാണ്. 9 + 6 3 ഇതാണ് സ്ഥിതി. അപ്പോൾ അവിടെ ഒരു ശരാശരി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ കട്ട് ഓഫ് മാർക്കൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ അവർ സ്കോർ ചെയ്ത മാർക്ക് നോക്കുമ്പോൾ ശരാശരി ഉദ്യോഗാർത്ഥി എപ്പോഴും ഈസി ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യുകയും അതോടൊപ്പം ആവറേജ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പകുതിയാണ് നമ്മൾ എടുക്കാറുള്ളത്. കാരണം ഈ പറഞ്ഞ മനസാന്നിധ്യം ഇല്ലായ്മ കാരണം, ഈ ട്വിസ്റ്റ് കാരണം, ചതിക്കുഴികൾ കാരണമൊക്കെ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് കുറച്ച് ചോദ്യങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അവിടെ നിന്നൊരു പകുതിയാണ് എടുത്തിട്ടാണ് ഞാൻ ഏകദേശം ഒരു ആവറേജ് ഉദ്യോഗാർത്ഥി എത്ര ഈ ഒരു പരീക്ഷയിൽ സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് പറയാൻ വേണ്ടി ഉപയോഗിക്കാറ്. അപ്പോൾ അവിടെ ഈസി 57 ചോദ്യങ്ങൾ 57 കിട്ടിയെന്ന് വിചാരിക്കുക.
ദെൻ ആവറേജ് 30ന്റെ പകുതി, ഓക്കെ 15, അപ്പം എത്രയായി 72 മാർക്ക്. ഒരു ആവറേജ് ഉദ്യോഗാർത്ഥി ഒരു മോശമല്ലാത്ത രീതിയിൽ അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു 72 മാർക്കാണ് നേടിയിട്ടുണ്ടാവുക. ഇനി ഇതേ ആവറേജ് ഉദ്യോഗാർത്ഥി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി, നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ ഒരു പരീക്ഷാ സമയം മുഴുവൻ, നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്ത് ചതിക്കുഴികളിലൊന്നും പെടാതെ നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇവിടെ നിന്നുള്ള 30 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ ആവുമ്പോൾ അയാൾ അങ്ങ് എവിടത്തേക്ക് എത്തും? 87ലേക്ക് എത്തും. 87ഉം അതിന് മുകളിലും മാർക്കൊക്കെ നേടിയ ആളുകളും കുറേ ആളുകൾ ഈ പരീക്ഷയിൽ ഉണ്ടാവും. അത്യാവശ്യം നല്ല ആളുകൾ ഈ പരീക്ഷയിൽ ഉണ്ടാവും എന്ന് വെച്ചാൽ അതിനർത്ഥം 87 90 കുറേ ആളുകൾ പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് 87 90 കട്ട് ഓഫ് മാർക്ക് എന്ത് വരില്ല, ഈ ഒരു പരീക്ഷയിൽ വരില്ല. കാരണം യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്ന ഒരു പരീക്ഷ എന്തായാലും 1000-1500 പരം ആളുകൾക്ക് നിയമനം കിട്ടാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ PSC ഒരു 2500-3000 ആളുകളുടെ ലിസ്റ്റ് ഇടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് ഇടുന്ന സമയത്ത് ഇതൊരു യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുമ്പോൾ നിങ്ങൾ പല ജില്ലക്കാരിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. ഈ 52,000-ൽ പരം ആളുകൾ പല ജില്ലകളിലായിട്ട് കിടക്കുന്ന ആളുകളാണ്. അവർക്ക് കിട്ടുന്ന യൂണിവേഴ്സിറ്റി സ്വന്തം ജില്ലയിൽ തന്നെയുള്ള യൂണിവേഴ്സിറ്റി ആവണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരീക്ഷയിൽ ഇത്തരം ഒരു പോസ്റ്റിൽ നിയമനം കിട്ടുന്ന ആളുകൾ മറ്റേതെങ്കിലും പോസ്റ്റ് നാട്ടിൽ കിട്ടുമ്പോൾ മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതേപോലെ തന്നെ 3-4 മാസം കഴിഞ്ഞാൽ 4-5 മാസം കഴിയുമ്പോൾ എന്ത് നടക്കാൻ പോവാണ്? LGS പരീക്ഷകളും LDC പരീക്ഷകളൊക്കെ നടക്കാൻ പോവുക. ജില്ലാതല പരീക്ഷകളാണത്. ഇത് സ്റ്റേറ്റ് വൈഡ് ആണ്. ജില്ലാതല പരീക്ഷകളിൽ അറ്റൻഡ് ചെയ്ത് ഇത് ഏകദേശം ഇതേ ഒരു 4-5 മാസം കഴിയുമ്പോൾ, ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്ന് ഒരു 4-5 മാസം കഴിയുമ്പോൾ അതിന്റെയും റാങ്ക് ലിസ്റ്റുകൾ വരും. അപ്പോൾ ജില്ലാതല നിയമനങ്ങൾ കിട്ടുമ്പോൾ അടുത്തുള്ള ഓഫീസുകളിലൊക്കെ കിട്ടുമ്പോൾ പല ആളുകളും NJD ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ PSC കണക്കിലെടുക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ആവുമ്പോൾ അത്യാവശ്യം വലിയൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം എന്ന് പറയുന്നത് ഈ 72ന് നടുവിൽ വെച്ച് 72 കട്ട് ഓഫ് എന്നൊന്നും പറയുന്ന മോശമല്ലേ? കാരണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അഥവാ കാലക്കേടിനങ്ങ് അങ്ങ് ശരിയായി പോയാലേ പിന്നെ ഞാൻ ഈ ഫീൽഡ് വിടേണ്ടി വരും, നിങ്ങൾ എന്നെ വേറെ ഫീൽഡ് കൊണ്ടാകും അല്ലേ? ഞാനൊരു പ്രവാചകനൊക്കെ ആയി മാറിപ്പോകും. അതുകൊണ്ട് ഏതായാലും 72 കട്ട് ഓഫ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, അതൊരു റേഞ്ച് ആക്കി എടുത്തിട്ട് അതിൻ്റെ അപ്പുറവും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 68 മുതൽ 75 വരെയുള്ള മാർക്ക് ഇതിനിടയിലായിരിക്കണം കട്ട് ഓഫ് എന്നുള്ളതാണ്. ഏകദേശം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആളുകൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു ലിസ്റ്റൊക്കെ ഇടുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ 68നും 75നും ഇടയിലായിരിക്കണം കട്ട് ഓഫ് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ മുകളിലോട്ട് മാർക്ക് വാങ്ങിയ ആളുകൾക്കൊക്കെ ധൈര്യമായിട്ട് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത് തെറ്റോ ശരിയോ ഒക്കെ ആവാം. ഞാൻ കട്ട് ഓഫ് പ്രവചനം നടത്തുമ്പോൾ എപ്പോഴും പറയുന്നതാണ്, ഇത് നിലവിലുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു സാധ്യത. എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഉദ്യോഗാർത്ഥികൾ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളൊരു ചിന്തയുടെ പുറത്ത് ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്തതിൻ്റെ കുറേ കാലമായിട്ട് അല്ലെ, ഒരു 10-15 കൊല്ലമായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിലൊക്കെ പറയുന്നൊരു ഒരു നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അത് പ്രതീക്ഷിക്കുന്ന, എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ശരിയാവാം, തെറ്റാവാം. ഇത് ശരിയാവുന്നത് കൊണ്ടുള്ള പ്രത്യേക അംഗീകാരങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നില്ല. തെറ്റിയത് കൊണ്ടുള്ള നിങ്ങൾ പറയുന്ന സാധനങ്ങൾ എന്നെ ബാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഫോളോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ചിന്താഗതി നിങ്ങളെ അറിയിക്കൽ മാത്രമാണ്. അപ്പം ഇതാണ് ഇവിടെയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റി LGS ഇവിടെ നല്ല മാർക്ക് നേടിയവരായാലും മാർക്ക് കുറഞ്ഞവരായാലും നിങ്ങളുടെ മുന്നിലേക്ക് ഇതേ സിലബസ് വെച്ചുള്ള ഒരു പരീക്ഷ വരാൻ പോവുകയാണ്. LGS 2024 അല്ലെ വരാൻ പോവുകയാണ്. വാരിയസ് LGS, അതായത് എന്ത് തന്നെയാണത്? ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. വാരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്, സർക്കാർ വകുപ്പുകളിലേക്കുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഇത് കിട്ടുന്ന ആളുകളും ചിലപ്പോൾ അതിലേക്ക് പോകും അല്ലേ? അത് ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ പലരും കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥയാണ്. ഇതേ സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ എത്തിയ ആളുകൾ, ഈ 52,000 ആളുകൾ എന്ന് പറയുന്ന അത്യാവശ്യം നല്ല രീതിയിൽ നിലവാരമുള്ള ആളുകളാണ്. ഈ ഒരു പരീക്ഷ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ആളുകളാണ്. ഒരു പക്ഷേ പെർഫോം ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ആ ഒരു നിലവാരത്തിൽ ഓൾറെഡി എത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സമയം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ വരാൻ പോകുന്ന LGS നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്ത് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ യാതൊരുവിധ ഗ്യാപ്പും ഇല്ലാതെ, അതായത് ഇവിടെ ഇനി കുറച്ചു കാലം വിശ്രമിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ഗ്യാപ്പ് ഇട്ട് ടച്ച് വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് പോകാതെ കണ്ടിന്യൂ ചെയ്ത് പോവുക. എന്തായാലും LGSന് വേണ്ടിയിട്ട് നമ്മളൊരു ഗോൾഡ് ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും ഈ ഒരു മാസം തന്നെ ഒരു പുതിയ ബാച്ചും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ആളുകൾ അങ്ങനെ പോകണം, ഈ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്നുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എനിക്ക് LGS 2024 എൻ്റെ സ്വന്തം ജില്ലയിൽ നേടിയെടുക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ ഒരു ബാച്ചിലേക്ക് വരാം. അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളൊക്കെ പിന്നാലെ വരും. അപ്പോൾ ഇപ്പോൾ പരീക്ഷ നല്ല മാർക്ക് നേടി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. ഇനി ഇത്തിരി മാർക്ക് കുറഞ്ഞു പോയി എന്ന് വിഷമിക്കുന്ന ആളുകൾ പേടിക്കേണ്ട. ഇനി വരുന്ന അവസരങ്ങളിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ.